നമസ്കാരം. എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ ധനു രാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് 2024 വ്യാഴത്തിൻ്റെ രാശിമാറ്റം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും, പരിഹാരവുമാണ് പറയുന്നത്. വ്യാഴം ഇപ്പോൾ ഇടവൻ രാശിയിലാണ്. മെയ് 14, 2025 വരെയുള്ള ഒരു വർഷം ഇടവൻ രാശിയിലാണ് വ്യാഴമുണ്ടാവുക. അപ്പോൾ ധനുരാശിക്കാരുടെ 6ാം ഭാവത്തിലേക്കാണ് വ്യാഴം രാശി മാറിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ കൂടുതൽ ഗുണഫലവും എന്നാൽ കുറച്ച് സമ്മിശ്ര ഫലത്തോടു കൂടിയ ഫലമാണ് കിട്ടുക. നിങ്ങളുടെ 1ഉം 4ഉം ഭാവത്തിൻ്റെ ഭാവാധിപനായ വ്യാഴമാണ് 6ൽ വന്നിരിക്കുന്നത്. ഒപ്പം നിങ്ങൾക്ക് ഈ വർഷം ശനിദോഷം ഇല്ലതാനും. അതുകൊണ്ട് വിപരീത രാജയോഗം കിട്ടും. പ്രതീക്ഷിക്കാത്ത പല ലാഭങ്ങളും വന്നു ചേരും. പുതിയ തൊഴിലവസരങ്ങൾ കിട്ടാൻ, ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാൻ, വിദേശ ജോലി കിട്ടാൻ, അതുപോലെ കായിക രംഗത്ത് സ്പോർട്സ് മേഖലയിലുള്ളവർക്കൊക്കെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കാനും വിജയിക്കാനും പറ്റും. കുടുംബ അഭിവൃദ്ധി ഉണ്ടാകും. എന്തെങ്കിലും പുതിയത് വാങ്ങാൻ സാധിക്കും. ചിലർക്ക് വസ്തു വാങ്ങാൻ, അതുപോലെ വാഹനം വാങ്ങാൻ, വീട് വയ്ക്കാൻ, പിന്നെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി, ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിലവ് വർദ്ധിക്കും. തൊഴിൽപരമായിട്ട് മാറ്റങ്ങളുണ്ടാവും. ജോലിസ്ഥലത്ത്, ബിസിനസ്സിലൊക്കെ ശത്രുക്കൾ വർദ്ധിക്കും. കലാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ, കാർഷിക മേഖലയിലൊക്കെ ഉള്ളവർക്ക് നല്ലതായിരിക്കും. പിന്നെ മാതാവിനെ പറ്റി ചിന്ത ഉണ്ടാവും. പിന്നെ വീട്ടിൽ പ്രായമായവരുണ്ടെങ്കിൽ മാതാവിനൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ വരിക. അതുപോലെ വരുമാനമുണ്ടെങ്കിലും അധിക ചിലവ് വർദ്ധിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷൻ, അതുപോലെ സംശയങ്ങളൊക്കെ നിലനിൽക്കും. ശത്രുക്കൾ വർദ്ധിക്കും. വ്യാഴത്തിന് ധനുരാശിക്കാരായ നിങ്ങളുടെ 2, 10, 12ലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് പെട്ടെന്ന് സാമ്പത്തിക അഭിവൃദ്ധിയും കുടുംബ അഭിവൃദ്ധിയും ഉണ്ടാക്കും. ചിലർക്ക് ഷെയർ മാർക്കറ്റിൽ നിന്ന്, ലോട്ടറി ചിട്ടിയിൽ നിന്ന്, പഴയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നൊക്കെ ലാഭം കിട്ടും. പെട്ടെന്ന് ധനലാഭം ഉണ്ടാകും. അതുപോലെ സന്താന ഭാഗ്യം, സന്താന ഗുണം വർദ്ധിക്കും. 10ലുള്ള ദൃഷ്ടി നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കും. പ്രൊമോഷൻ കിട്ടാൻ, ട്രാൻസ്ഫർ കിട്ടാനൊക്കെ അനുകൂലമാണ്. അതുപോലെ ബിസിനസ്സിലൊക്കെ ലാഭം വർദ്ധിക്കും. പെട്ടെന്ന് ജോലി മാറുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ നിങ്ങൾ നല്ല ശ്രദ്ധയോടെ വേണം. മുതിർന്നവരോട്, മറ്റുള്ളവരോടൊക്കെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് കൂടുതൽ നല്ലതായിരിക്കും. അതുപോലെ വിദേശ ജോലിക്ക്, വിദേശ ബിസിനസ് ചെയ്യാനൊക്കെ അനുകൂലമാണ്. 12ലുള്ള ദൃഷ്ടി നിങ്ങൾക്ക് വരുമാനവും ലാഭവും ഉണ്ടെങ്കിലും അധിക ചിലവുണ്ടാക്കും. അതുപോലെ ചിലവ് കുറയ്ക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അതുപോലെ യാത്രകൾ, ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും. ആഡംബര ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ചിലവ് വരും. ഇനി നിങ്ങളുടെ ജാതകത്തിലെ വ്യാഴം പോസിറ്റീവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ശുഭഗ്രഹങ്ങളുടെ ദശാകാലമാണ് നടക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങളും അതുപോലെ ശുഭഫലവും വർദ്ധിക്കും. നിങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നത്, വിഷ്ണു പ്രീതി വരുത്തുന്നത്, ഒപ്പം നിങ്ങൾ സർപ്പപ്രീതി കൂടി വരുത്തുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യവും ലാഭവും വർദ്ധിക്കും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്